ഗുഡ് ആഫ്റ്റർനൂൺ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു കോഷീസ് ഇന്റഗ്രൽ തിയറം അല്ലെ, കോഷീസ് റേമൻ കണ്ടീഷൻസ് എന്താ ഡിസ്കസ് ചെയ്തു. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല അല്ലെ നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല, ഇന്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ്, കോഷി ഇന്റഗ്രൽ തിയറം എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നു അല്ലെ. സോ നമ്മൾ ഇന്ന് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാണ്. സോ അതിന് മുന്നേ എന്താണ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എന്താണെന്നും കൂടെ നമുക്കൊന്ന് പറയാം അല്ലെ. എന്തായിരുന്നു കോഷീസ് ഇന്റഗ്രൽ തിയറം? കോഷീസ് ഇന്റഗ്രൽ തിയറം പറഞ്ഞത് എന്തായിരുന്നു? ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ f of z by this is z equal to minus 0. z0 Yes, അത് ഇന്റഗ്രൽ ഫോർമുല. ദാറ്റ് ഈസ് ഇന്റഗ്രൽ കാണാനുള്ള ഇക്വേഷനിലെ ക്ലോസ്ഡ് ഇന്റഗ്രൽ f of z ഡിവൈഡഡ് ബൈ z മൈനസ് z0 ഈക്വൽ ടു 2 pi I into f of z0. എന്താണ് കണ്ടീഷൻ? z0 എന്ന് പറയുന്ന പോയിന്റ് ഇൻസൈഡ് ദ കോണ്ടൂർ ആണെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 pi I ആയിരിക്കും അല്ലെ. z0 എന്ന് പറയുന്ന പോയിന്റ് ഔട്ട്സൈഡ് ദ കോണ്ടൂർ ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? നമ്മളുടെ ഇന്റഗ്രലിന്റെ വാല്യൂ ഇന്റഗ്രൽ 1 by z minus z0 raised to n എന്ന് പറയുന്നത് 0 ആയിരിക്കും. യെസ്, ഓക്കെ. ഓക്കെ, സോ ഇന്ന് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 1 by z dz. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇവിടെ കോണ്ടൂർ നമുക്ക് തന്നിട്ടുള്ള ഇതാണ്. ഇതിലെ ഇന്റഗ്രൽ 1 by z dz ആണ് കണ്ടെത്തേണ്ടത്. സോ ഇതിൽ z0 എന്ന് പറയുന്ന പോയിന്റ് എത്രയാ? ഇതൊരു യൂണിറ്റ് സർക്കിൾ ആണ് അല്ലെ. സോ z0 എന്ന് പറയുന്നത് എത്രയാണ്? 0 അല്ലേ. സോ ഹിയർ z0 is 0. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇന്റഗ്രൽ എന്താണ്? 1 by ഇന്റഗ്രൽ 1 by z dz ആണ്. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ നമ്മളുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യാം. ഓക്കെ, കമ്പയർ ദി ഇക്വേഷൻ വിത്ത് ദ സ്റ്റാൻഡേർഡ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല. സോ എന്താണ് അപ്പൊ നമുക്ക് എന്ത് കിട്ടും നോക്കിയേ. നമ്മളുടെ സ്റ്റാൻഡേർഡ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല പ്രകാരം നമുക്കറിയാം ഇന്റഗ്രൽ 1 by z മൈനസ് z0 അല്ലെ. ഇതല്ലേ നമ്മളുടെ ഫോം. അതിൽ നമ്മൾ പറഞ്ഞു z0 എന്ന് പറയുന്നത് ഇൻസൈഡ് ദ കോണ്ടൂർ ആണെങ്കിൽ 2 pi I ആയിരിക്കും ഇന്റഗ്രലിന്റെ വാല്യൂ. z0 ഔട്ട്സൈഡ് ആണെങ്കിൽ ഇന്റഗ്രൽ വിൽ ബിക്കം 0. സോ ദിസ് ഇസ് അവർ സ്റ്റാൻഡേർഡ് ഫോം. ഇന്റഗ്രൽ 1 by z മൈനസ് z0 അല്ലെ. സോ റേസ് ടു n ഉണ്ട്. സോ ഹിയർ n is 1. ഓക്കെ, n equal to 1 എന്ന് പറയുന്ന കേസിലാണ് ഇന്റഗ്രലിന് ഈ വാല്യൂ വരെ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ എന്താണ് 1 by ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ 1 by z മൈനസ് z0 dz. സോ നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഒരു യൂണിറ്റ് സർക്കിൾ ആണ് വിത്ത് സെന്റർ z0 ഓർ സെന്റർ 0. സോ ഹിയർ z0 is equal to 0. z0 എന്ന് പറയുന്നത് 0 ആണ്. സോ ആ 0 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? നമ്മളുടെ കോണ്ടൂറിന് അകത്തുള്ള ഒരു പോയിന്റ് ആണ് അല്ലെ z0 എന്ന് പറയുന്നത്. കാരണം z0 എന്ന് പറയുന്നത് എവിടെയാണ്? So it is inside, which means z0 is enclosing our contour അല്ലെ. കോണ്ടൂറിന് അകത്തുള്ള ഒരു പോയിന്റ് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇവിടെ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ വരിക? z0 is a point that enclosing our contour C. So നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതിക്കൂടെ എന്ത്? ഇന്റഗ്രൽ 1 by z dz എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 pi I അല്ലെ. ഇവിടെ നമ്മൾ ആകെ ഒറ്റ പോയിന്റ് നോക്കിയുള്ളൂ. നമുക്ക് തന്നിട്ടുള്ള z0 എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? കോണ്ടൂറിനകത്താണോ അതോ പുറത്താണോ ചെക്ക് ചെയ്തു. ആദ്യം നമ്മൾ ചെയ്തു എന്താണ്? നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാം. സോ നമുക്ക് കിട്ടി എന്താണ്? 1 by z ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് 1 by z മൈനസ് z0 ആണ്, വിച്ച് മീൻസ് z0 is equal to 0. Which that enclosing the contour, given contour. So the result of the integral is 2 pi I. Okay. So ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നോക്കിയേ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഹിയർ ദ കോണ്ടൂർ, നമുക്ക് തന്നിരിക്കുന്ന കോണ്ടൂർ എന്ന് പറയുന്നത് ഇവിടെയാണ്. ദാറ്റ് ഈസ് z is equal to +1 and here is our z0. So now what will be the value of the integral? Closed integral 1 by z dz is equal to, what will be the value of integral? 0. By integral formula, yes, of course, it is 0. Why? Because here z0 is a point which does not enclosing the contour അല്ലെ. കോണ്ടൂറിന് അകത്തല്ല നമുക്ക് നമ്മളുടെ z0 എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ കോണ്ടൂറിനകത്തുള്ള പോയിന്റ് ഏതാണ്? z is equal to +1 എന്ന് പറയുന്ന പോയിന്റ് ആണുള്ളത്. പക്ഷേ നമ്മളുടെ z0 എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? കോണ്ടൂറിന് പുറത്താണ്. സോ ദ വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ വിൽ ബി 0.
ഓക്കെ, സോ ഏതൊരു ക്വസ്റ്റ്യൻ തരുമ്പോഴും നമ്മൾ നോക്കേണ്ടതാണ് നമുക്ക് നമ്മളുടെ കോണ്ടൂറിനകത്താണോ തന്നിട്ടുള്ള പോയിന്റ്. ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇനി നമ്മൾ ചെയ്യുന്ന കൂടുതൽ പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ്ലി അതിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആണ് അല്ലേ. അതിന്റെ അകത്താണെങ്കിൽ വി ക്യാൻ ഡയറക്ട്ലി റിട്ടേൺ എന്താണ് ദ വാല്യൂ ഓഫ് ഇന്റഗ്രൽ ഈസ് 2πi ആൻഡ് പുറത്താണെങ്കിൽ എന്താണ് 0 ആയിരിക്കും. ഓക്കെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇന്റഗ്രൽ e⁻1/z dz. ക്ലോസ്ഡ് ഇന്റഗ്രൽ e⁻1/z dz. എങ്ങനെ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ ബൈ യൂസിങ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും? ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ e⁻1/z dz. നോക്കാം. സോ ഫസ്റ്റ് അതിന് മുന്നേ നമ്മൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ഈസ് e⁻1/z ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം e⁻x ടൈലർ സീരീസ് എക്സ്പാൻഷൻ എന്താ? e⁻x. e⁻x എന്ന് പറയുന്നത് 1 + x + x²/2 ഫാക്ടോറിയൽ പ്ലസ് x³ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഓൾറെഡി അറിയുന്ന കാര്യമാണ്. അതുപോലെ e⁻−x ഇതൊക്കെ നമുക്ക് പഠിച്ചു വെക്കേണ്ടതാണ്. e⁻x, e⁻−x, sin x, cos x ഇതിന്റെ ഒക്കെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ. സോ e⁻−x എന്താണ്? 1 - x + x²/2 ഫാക്ടോറിയൽ മൈനസ് ആൾട്ടർനേറ്റീവ് +or- വരും. ഓക്കെ, അപ്പൊ ഇത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? e⁻1/z ആണ്. വിച്ച് മീൻസ് അതെന്താണ്? ഇവിടുത്തെ ഈ x എന്ന് പറയുന്നത് 1/z ആണ് അല്ലെ. e⁻x സിമിലർ ആയിട്ടുള്ള ഇത് വരുന്നത് e⁻1/z എന്ന് വരുന്നത്. സോ ഹിയർ x ഈസ് 1/z. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ e⁻x ഈ എക്സ്പാൻഷനിൽ x-നൊക്കെ 1/z കൊടുക്കുക. ഓക്കെ, എക്സിനൊക്കെ എന്ത് കൊടുക്കുക? 1/z കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് വരും? 1 എന്ന് വരും. അതുപോലെ തന്നെ പ്ലസ് എക്സ് എന്നുള്ളിടത്ത് 1/z പ്ലസ് x²/2 ഫാക്ടോറിയൽ. എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1/z² ഇൻറ്റു 1/2 ഫാക്ടോറിയൽ പ്ലസ് x³ എന്ന് പറയുമ്പോൾ 1/z³ 1/z³ ബൈ 1/3 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ ഇൻറ്റു 1/3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അങ്ങനെ പോകും അല്ലെ. ഓക്കെ, അപ്പൊ നോക്കിയേ ഇതില് 1/z എന്ന് പറയുന്ന ടേം ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നമുക്കറിയാം ക്ലോസ്ഡ് ഇന്റഗ്രൽ 1/z - z0 dz എന്ന് പറയുന്നത് എന്താണ്? 2πi ആണ്. 2πi ആണ്. അപ്പൊ ഇവിടെ z0 എന്താണ്? ഇല്ല. ദാറ്റ് മീൻസ് 1/z എന്ന് പറയുന്ന ടേം ഉണ്ടോ എന്ന് നോക്കുക. നമുക്ക് തരുന്ന ക്വസ്റ്റ്യനിലെ ഡയറക്റ്റ് ആയി ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ടൈലർ സീരീസ് വെച്ച് എക്സ്പാൻഡ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് there is a 1/z ടേം അല്ലെ. ഇങ്ങനെ 1/z ടേം ഉണ്ടെങ്കിൽ the answer will be 2πi. പിന്നെ നമ്മൾ ഫർദർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് എന്ത് ചെക്ക് ചെയ്യുക? അത് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് അതിൽ 1/z എന്ന് പറയുന്ന ടേം ഉണ്ടോ എന്ന് നോക്കുക. ഇഫ് there is a term 1/z then the answer will be 2πi. അങ്ങനെയാണെങ്കിൽ ആ ഇന്റഗ്രലിന്റെ വാല്യൂ നമ്മൾ ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്തായിരിക്കും? 2πi ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? 1/z എന്ന് പറയുന്ന ടേം അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. 1/z എന്ന് പറയുന്ന ടേം ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് the answer will be 2πi. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. എങ്ങനെ? ഇന്റഗ്രൽ e⁻1/z dz. ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എങ്ങനെ കാണാം? നമ്മൾ e⁻1/z എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു ബൈ യൂസിങ് e⁻x അല്ലെ. അത് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തു. സോ നമുക്ക് കിട്ടി there is a 1/z term. There is a 1/z term. So the answer will be 2πi. Okay, now moving on to the next question. എന്താണ് നമ്മളിപ്പോ ചെയ്ത അതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇന്റഗ്രൽ sin z by z. Integral sin z by z dz. What will be the value of this integral? ഹലോ, കേൾക്കുന്നില്ലേ? കേക്കുണ്ട് മിസ്സേ, കേക്കുണ്ട്. ഓക്കെ, സോ ഇന്റഗ്രൽ sin z by z dz ആണ് അല്ലെ. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. 1/z ടേം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ട്ലി ഇന്റഗ്രലിന്റെ ആൻസർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 2πi. അപ്പൊ എങ്ങനെ ഇതിൽ 1/z ടേം ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും? by using the Taylor series expansion. എന്താണ് sin z ന്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ? sin z is equal to z minus z/3 plus z⁵/5 factorial plus etc. അല്ലെ. Yes. So that is a Taylor series expansion of sin z.
സോ നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് അത് അപ്ലൈ ചെയ്യുക. സോ സൈൻ സെഡ് എന്ന് പറയുന്നത് ഇസെഡ് മൈനസ് ഇസെഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് ഇസെഡ് റേസ് ടു 5 ബൈ ഇസെഡ് റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ. പിന്നെന്താ നമുക്ക് ഉള്ളത്, ഡിവൈഡഡ് ബൈ ഇസെഡ് അല്ലെ, ഡിവൈഡഡ് ബൈ ഇസെഡ് ആണ് നമുക്ക് അടുത്ത ടേം ഉള്ളത്. സോ ഡിവൈഡഡ് ബൈ ഇസെഡ്, ഇതിനെല്ലാം ഇസെഡ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 1 ബൈ ഇസെഡ് എന്ന് പറയുന്ന ടേം കിട്ടണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇസെഡ് ബൈ ഇസെഡ് 1 മൈനസ് ഇസെഡ് സ്ക്വയർ ബൈ എന്താണ് ഇസെഡ് ക്യൂബ് ബൈ ഇസെഡ് എന്ന് പറയുന്നത് ഇസെഡ് സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ എന്ന് വരും, പ്ലസ് ഇസെഡ് റേസ് ടു 4 ബൈ 5 ഫാക്ടോറിയൽ എന്ന് വരും. ഇനി അടുത്ത എന്തായിരിക്കും ടേം വരിക, ഇസെഡ് റേസ് ടു 6 ബൈ 7 ഫാക്ടോറിയൽ എന്ന് വരും അല്ലെ. ഇങ്ങനെയായിരിക്കും ഇത് കണ്ടിന്യൂ ചെയ്തു പോകുക. സോ ഇതിൽ ഒരു 1 ബൈ ഇസെഡ് എന്ന് പറയുന്ന ടേം വരാനുള്ള ഒരു ചാൻസ് ഉണ്ടോ ഇനി ഫർദർ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ? ഉണ്ടോ നോക്കിയേ, ഇസെഡ് സ്ക്വയർ, ഇസെഡ് റേസ് ടു 4, ഇസെഡ് റേസ് ടു 6 അങ്ങനെയാണ് പോകുന്നല്ലേ. സോ അതിൽ 1 ബൈ ഇസെഡ് എന്ന് പറയുന്ന ടേം വരാനുള്ള ചാൻസ് ഇല്ല. സോ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ദിസ് ഇന്റഗ്രൽ? എന്തായിരിക്കും? ഇപ്പൊ നമ്മള് കഴിഞ്ഞ പ്രോബ്ലം വെച്ച് നോക്കുക, കമ്പയർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. യെസ്, എന്താണ് വാല്യൂ ഓഫ് ഇന്റഗ്രൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഇന്റഗ്രൽ സൈൻ ഇസെഡ് ബൈ ഇസെഡ് dz is equal to 0. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. എന്ത് സിമ്പിൾ ആണ്, കാരണം നമുക്ക് ഇന്റഗ്രേഷൻ പ്രോസസ് ഒന്നും ചെയ്യേണ്ട. ബൈ യൂസിങ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണല്ലോ, 2πiയും 0യും. അതെങ്ങനെ ചെക്ക് ചെയ്യും? 1 ബൈ z എന്ന് പറയുന്ന ടേം അതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. There will be 1 by z term, then the answer will be 2πi. If there is no 1 by z term, then the answer will be 0. So integral of this value of this integral is 0. ഓക്കെ, സോ അതിന്റെ എക്സ്പാൻഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേ സെയിം ടേം ഇത് വരുന്നത് തന്നെയാണ്. ഇവിടെ നോക്കിയേ, ഇന്റഗ്രൽ സൈൻ സെഡ് ഡിവൈഡഡ് ബൈ ഇസെഡ് റേസ് ടു 5 ആണ്. ഇസെഡ് റേസ് ടു 5. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതുപോലെ തന്നെയാണ്. എന്താണ്, ആദ്യം സൈൻ സെഡിന്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ചെയ്ത ഇസെഡ് മൈനസ് ഇസെഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് ഇസെഡ് റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ അങ്ങനെ പോകും. ഡിവൈഡഡ് ബൈ എത്രയാ, ഇസെഡ് റേസ് ടു 5. ഓക്കെ, ഇതിൽ എന്ത് ചെക്ക് ചെയ്യണം നമ്മൾ? 1 ബൈ z ടേം വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പൊ എങ്ങനെയാവും വരിക? 1 ബൈ z ടേം വരുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഇസെഡ് ബൈ ഇസെഡ് റേസ് ടു 5 എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ ഇസെഡ് റേസ് ടു 4 അല്ലേ. ഇസെഡ് ഡിവൈഡഡ് ബൈ ഇസെഡ് റേസ് ടു 5 എന്ന് പറയുന്നത് 1 ബൈ ഇസെഡ് റേസ് ടു 4 മൈനസ് ഇസെഡ് ക്യൂബ് ബൈ ഇസെഡ് റേസ് ടു 5 എത്രയാ വരിക? 1 ബൈ ഇസെഡ് സ്ക്വയർ ഇൻറ്റു എന്നും കൂടെ ഉണ്ട് 1 ബൈ 3 ഫാക്ടോറിയൽ. യെസ്, പ്ലസ് നമുക്ക് അടുത്ത ടേം വരെ എങ്ങനെയായിരിക്കും? നെക്സ്റ്റ് ടേം 1 by പ്ലസ് 5 factorial. ഇസെഡ് റേസ് ടു 5 ബൈ ഇസെഡ് റേസ് ടു 5 ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് ഉണ്ടാകുക 1 ബൈ 5 ഫാക്ടോറിയൽ ആണ്. 1 ബൈ 5 ഫാക്ടോറിയൽ. നമുക്ക് അടുത്തൊരു ടേം കൂടെ നോക്കാം, കാരണം 1 ബൈ സെഡിന്റെ ടേം വരുന്നുണ്ടോന്നല്ലേ. അടുത്ത മൈനസ് ഇസെഡ് റേസ് ടു 7 ബൈ ഇസെഡ് റേസ് ടു 5 ആയിരിക്കും. അപ്പോ ഇസെഡ് സ്ക്വയർ അല്ലെ, ഇസെഡ് സ്ക്വയർ ബൈ എന്നുണ്ടായിരിക്കും 1 ബൈ 7 ഫാക്ടോറിയൽ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇനി അടുത്തത് വരുമ്പോ എങ്ങനെയായിരിക്കും? ഇസെഡ് റേസ് ടു 9 ബൈ ഇസെഡ് റേസ് ടു 5 ആയിരിക്കും. അപ്പൊ ഇസെഡ് സ്ക്വയർ ഇസെഡ് റേസ് ടു 4 ആണ് വരിക. അപ്പൊ എങ്ങനെയായാലും എന്തില്ല, ഈ ഒരു സീരീസിൽ 1 ബൈ ഇസെഡ് എന്ന് പറയുന്ന ടേം വരാൻ ചാൻസ് ഇല്ലല്ലോ. കാരണം ആദ്യം 1 ബൈ ഇല്ല, പിന്നെ ഇസെഡിന്റെ പവർ കൂടിയാണ് വരുന്നത്. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? there is no 1 by z term, so the value of integral will be 0. The value of integral will be 0. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാൽ, ഇങ്ങനെ 1 ബൈ ഇസെഡ് വരുന്ന ഒരു ടേം ഉണ്ടെങ്കിൽ എങ്ങനെ ആ ഇന്റഗ്രലിന്റെ വാല്യൂ മാറും എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കിയേ, ക്വസ്റ്റ്യൻ എന്താണ്? ഇന്റഗ്രൽ സൈൻ സെഡ് ബൈ ഇസെഡ് റേസ് ടു 6. ഇസെഡ് റേസ് ടു 6 ആണ്. സോ നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ we will get, നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുക, ഇസെഡ് മൈനസ് ഇസെഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് ഇസെഡ് റേസ് ടു 5 ബൈ 5 factorial minus z raised to 7 by 7 factorial divided by z raised to 6. അല്ലെ. സോ നമ്മുടെ ഫസ്റ്റ് ടേം വരുന്നതായിരിക്കും z by z raised to 6 എന്ന് പറയുന്നത് 1 by z raised to 5 അല്ലെ, മൈനസ് z ക്യൂബ് by z raised to 6, that is 1 by z raised to 4 by 2 sorry 3 അല്ലേ?
1 second. 1 by z cube by 3 factorial. 1 by z raised to cube by 3 factorial ആണ് വരിക. പ്ലസ് നെക്സ്റ്റ് ടൈം എന്താ വരിക? 1 by z into 5 factorial. യെസ്, 1 by z by 5 factorial മൈനസ്, ഓക്കെ, നമുക്ക് ബാക്കി ടേംസ് ഉണ്ടായിരിക്കും. സോ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് എന്ത് ടേം കിട്ടി? 1 by z ടേം കിട്ടി അല്ലെ? 1 by z ടേം കിട്ടി. സോ ദ വാല്യൂ ഓഫ് അവർ ഇന്റഗ്രൽ വിൽ ബി 2 pi I into 1 by z ന്റെ കൂടെയുള്ള, ദാറ്റ് ഈസ് ഇൻറ്റു 1 by 5 factorial. 5 factorial എന്ന് പറയുന്നത് എന്താണ്? 1 into 2 into 3 into 4 into 5. സോ വി വിൽ ഗെറ്റ്, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ we will get എന്താണ്? pi I by 60. Okay, pi I by 60. So it is a previous year question. So integral, closed integral sin z divided by z raised to 6 dz is equal to pi I by 60. ഓക്കെ, അപ്പൊ എന്താ നമ്മൾ ബൈ യൂസിങ് കോഷീസ് ഇന്റഗ്രൽ. നോർമലി ഇത് ചെയ്യാൻ വേറെ മെത്തേഡ്സ് ഉണ്ടായിരിക്കും അല്ലേ? പക്ഷെ നമ്മൾ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല വെച്ച് നമുക്ക് എന്താണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? ഇഫ് ദർ ഇസ് എ 1 by z ടേംസ് ഓർ നോട്ട്. അതുണ്ടെന്നുണ്ടെങ്കിൽ വി നോ ഇറ്റ് ഈസ് 2 pi I into 1 by z ന്റെ കൂടെയുള്ള ആൾ കോഎഫിഷ്യന്റ് 1 by 5 factorial. So the answer is pi I by 60. Okay, we are moving on to the next question. Yes. ഇപ്പൊ ഇത്രയും നമ്മൾ ചെയ്ത് എന്താണ്? നമുക്ക് ഡയറക്റ്റ് നമുക്ക് കോണ്ടൂർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റിയത് നമ്മളുടെ ഗിവൺ z0 എന്താണ്? സർക്കിളിനകത്താണോ അല്ലെങ്കിൽ കോണ്ടൂറിനകത്താണോ അല്ലെങ്കിൽ കോണ്ടൂറിന് പുറത്താണോ എന്നുള്ളത് അല്ലെ? കോണ്ടൂർ എപ്പോഴും ഒരു സർക്കിൾ ആവണമെന്നുള്ള ഇറ്റ് മേ ബി എനിവൺ, ഏത്. സോ ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ക്ലോസ്ഡ് ഇന്റഗ്രൽ 5z² plus 3z² divided by z² minus 4 dz. ഇൻ ദ കോണ്ടൂർ നമുക്ക് എന്താണ് ഇക്വേഷൻ ആയിട്ടാണ് തന്നിട്ടുള്ളത്? എന്താണ്? മോഡ് z മൈനസ് 1.5 is equal to 1. സോ ദിസ് ഈസ് അവർ കോണ്ടൂർ. ഇതാണ് നമ്മളുടെ കോണ്ടൂർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ എന്താണ്, ഈ ഒരു കോണ്ടൂറിലാണ് നമ്മൾ z0 ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് z0 എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, കോണ്ടൂറാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ നിന്നും നമ്മളുടെ z0, അതുപോലെ ഈ തന്നിരിക്കുന്ന ഫോം നോക്കിക്കേ. ഈ എഫ് ഓഫ് സെഡ് കണ്ടോ? ഇത് നമുക്ക് നമ്മളുടെ ഫോം എന്താണ്? എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് z0 അല്ലെ? ഈ ഒരു ഫോമിലാണോ ഇത് എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം. നമുക്ക് ഇത് ഈ ഫോമിലോട്ടാക്കി മാറ്റണം. എങ്ങനെ ഇതിനെ ഈ ഫോമിലോട്ടാക്കി മാറ്റാൻ പറ്റും? എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് z0 എന്ന് പറയുന്ന ഫോമിലേക്ക് നമുക്ക് എങ്ങനെ ഇതിനാക്കാൻ പറ്റും? ഓക്കെ, അപ്പൊ അതിന് മുന്നേ നമുക്ക് z0ന്റെ വാല്യൂ എന്താണെന്ന് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കോണ്ടൂർ എന്താണ്? മോഡ് z minus 1.5 is equal to 1 ആണ്. ഓക്കെ, സോ ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ. മോഡ് z minus 1.5 is equal to 1. Here that 1 is the radius of the contour. Okay, equal to ന്റെ അപ്പുറത്ത് വരുന്നത് എന്താണ്? That is the radius of the contour. That means the value of r ആയിരിക്കും നമുക്ക് equal to ന്റെ എന്താണ് സൈഡിൽ തരുന്നത്. Okay, so here r is equal to 1, which means that is the radius of the contour. ആ ഈക്വൽ ടുന്റെ അപ്പുറത്ത് എന്താണ് ഓപ്പോസിറ്റ് ആയിട്ട് തരുന്നത് എന്തായിരിക്കും? നമ്മളുടെ ഗിവൺ കോണ്ടൂറിന്റെ റേഡിയസ് ആയിരിക്കും. ഓക്കെ, റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? മോഡ് ആർ അല്ലെ? മോഡ് ആർ ആയിരിക്കും തന്നിരിക്കുന്നത്. അത് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം x² plus y² ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഈക്വലിന്റെ ഓപ്പോസിറ്റിലെ സാധനം എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ കോണ്ടൂർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x² plus y² ആണ്. അപ്പൊ ആ റൂട്ട് ഓഫ് x² plus y² ആണ് എന്തെന്ന് പറയുന്നത്? 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് നേരെ നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നോക്കിയേ, ഇതാണ് നമ്മളുടെ ഗിവൺ കോണ്ടൂർ. അപ്പൊ നമുക്കറിയാം ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ഗിവൺ കോംപ്ലക്സ് നമ്പർ ആണ്, എക്സ് പ്ലസ് ഐ വൈ ആണ് അല്ലെ? എക്സ് പ്ലസ് ഐ വൈ ആണ് ഇസഡ് എന്ന് പറയുന്നത്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മോഡ് എക്സ് പ്ലസ് ഐ വൈ മൈനസ് 1.5 is equal to 1, where 1 is the radius of the contour. ഇനി നിങ്ങൾ നോക്കിയേ, ഇത് രണ്ടും റിയൽ പാർട്ട് അല്ലേ? എക്സും 1.5ഉം. ഇത് ഇമാജിനറി പാർട്ട്. അപ്പൊ റിയൽ പാർട്ട് ഒരുമിച്ച് എഴുതാ, ദെൻ ഇമാജിനറി പാർട്ട് എഴുതാം. അപ്പൊ എക്സ് മൈനസ് 1.5 പ്ലസ് ഐ വൈ ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇപ്പൊ ഇതെന്താണ്? കറക്റ്റ് നമ്മളുടെ ആ കോംപ്ലക്സ് ഇക്വേഷന്റെ ഫോമായി. റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട്. നമുക്കറിയാം എന്താണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എന്താണ്? z is equal to r into e raised to i theta അല്ലെങ്കിൽ എക്സ് പ്ലസ് ഐ അല്ലെ? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ. അപ്പൊ ആ ഫോമിലേക്ക് കറക്റ്റ് ഇത് വന്നു.
x minus 1.5 plus iy. This is the real part and this is the imaginary part. ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ ഇതിനർത്ഥം? x minus 1.5 plus iy. That means there is a shift in x. അല്ലെ, എക്സിന് മാത്രമാണ് ഇവിടെ ഷിഫ്റ്റ് വന്നിട്ടുള്ളത് അല്ലെ. കണ്ടോ, here there is only shift for x of 1.5. എക്സിന് മാത്രം ഒരു ഷിഫ്റ്റ് വന്നു. എക്സ് എന്താ? x minus 1.5 ആയി. where there is no shift for y. yക്ക് എന്തില്ല, ഇവിടെ ഷിഫ്റ്റ് ഇല്ല. സോ അങ്ങനെയാണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ്, എന്താണ് അങ്ങനെ അത് അർത്ഥമാക്കുന്നത്? ഇറ്റ് മീൻസ് ദാറ്റ് mod z minus 1.5 is equal to 1. It represents a contour of circle with radius 1 and center 1.5. അപ്പൊ ഇങ്ങനെ ഒരു ഗിവൺ കോണ്ടൂർ തന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇറ്റ് ഈസ് എ കോണ്ടൂർ ഓഫ് സർക്കിൾ വിത്ത് റേഡിയസ് 1ഉം സെന്റർ എന്താണ്? 1.5ഉം. ബിക്കോസ് ദർ ഈസ് എ ഷിഫ്റ്റ് ഫോർ എക്സ് മൈനസ് 1.5. ദാറ്റ് മീൻസ് അതെ, റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ് ഏതാ? 1.50. സെന്റർ അല്ലേ? അപ്പൊ y കോർഡിനേറ്റ് 0, x 1.5. സോ ഇതാണ് നമ്മളുടെ കോണ്ടൂർ. ഇതാ ഇവിടെ കൊടുത്തുള്ള ഈ പിക്ചർ കണ്ടോ. സോ ഇത് പിന്നെ നമ്മൾ വരച്ച ചിത്രമാണ്. എന്താണ്? ദിസ് ഈസ് അവർ കോണ്ടൂർ. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരില്ല. ഓക്കെ, അപ്പൊ ഇതാണ് കോണ്ടൂർ. നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? ആ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്നും കണ്ടുപിടിച്ചു. അപ്പൊ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇതിനർത്ഥം എന്താണ്? എ സർക്കിൾ വിത്ത് റേഡിയസ് 1 ആൻഡ് സെന്റർ 1.5. സോ ഇനി നമുക്ക് അപ്പൊ ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മൾ കോണ്ടൂർ വരക്കാൻ പറ്റും അല്ലെ. 1.5 സെന്റർ ആക്കി വെക്കുന്നു, റേഡിയസ് 1 ആണ്. ദെൻ എന്താണ് ഇങ്ങോട്ടുള്ള പോയിന്റ്? അപ്പൊ എന്തായിരിക്കും? 1.5 വിത്ത് റേഡിയസ് 1 ആണ്. സോ 1.5 പ്ലസ് 1 2.5. ഇങ്ങോട്ടുള്ളത് എന്തായിരിക്കും? 1.5 മൈനസ് 1 0.5. സോ ഇതായിരിക്കും നമ്മളുടെ സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, കോണ്ടൂർ. അപ്പൊ ഇപ്പൊ കോണ്ടൂർ കിട്ടിയല്ലോ. കോണ്ടൂറിനകത്ത് വരാനുള്ള പോയിന്റ്സുകൾ ഏതൊക്കെ ആയിരിക്കും എന്നുള്ളത് ഇപ്പൊ മനസ്സിലായല്ലോ. ഓക്കെ, സോ ദിസ് ഈസ് അവർ കോണ്ടൂർ വിത്ത് റേഡിയസ് 1 ആൻഡ് സെന്റർ 1.5. Now we return to our question. ഇനി നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാണ്. എന്തായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ? ഇന്റഗ്രൽ 5z cube plus 3z square by z square minus 4 dz. ഇനി ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് f of z divided by z minus z0. എങ്ങനെ ഇതിന്റെ ഇതാ ഈ z square minus 4 അല്ലെ, ഇതെന്താണ്? a square minus b square എന്നുള്ള ഫോമിലല്ലേ. സോ അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാലോ. എങ്ങനെ? a plus b into a minus b. yes. അപ്പൊ z square minus 4 നമുക്ക് എങ്ങനെ എഴുതാം? z minus 2 into z plus 2. z minus 2 into z plus 2. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് z0 എന്തൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട്? നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇതല്ലേ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ z0 എന്തൊക്കെ വരാൻ പോസിബിൾ ആണ് എന്ന് പറയാൻ പറ്റുമോ? z0 ഏതൊക്കെ വാല്യൂ ആവാം? എങ്ങനെയാ നമ്മൾ നോക്കുക? z0 ഏതൊക്കെ വാല്യൂ ആവാം? z0 കിട്ടിക്കഴിഞ്ഞാലല്ലേ അത് നമ്മുടെ കോണ്ടൂറിനകത്താണ് അല്ലേ നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്റഗ്രൽ. അതില് z0 ഈ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ z0 ഏതൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്? നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ്? പറഞ്ഞോ. 2 minus 2. യെസ്, 2 minus 2 അല്ലേ. ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. ഇപ്പൊ അക്കോർഡിംഗ് ടു z+2 കമ്പയർ ചെയ്യുകയാണെങ്കിൽ നോക്കിയേ, z minus z0 ദാറ്റ് ഈസ് z minus 2 അല്ലെ. അതാണ് z+2 എന്ന് പറയുന്നത്. അതായത് z0 എന്ന് പറയുന്നത് എന്താവാം? ഒന്നെങ്കിൽ -2 ആവാം, അല്ലെങ്കിൽ ഇനി z minus 2 എടുക്കുകയാണെങ്കിലോ, ദിസ് ഇസ് ഇൻ ദ ഫോം z minus z0. അവിടെ z0 എന്താണ്? +2 ആണ് അല്ലെ. അപ്പൊ z0 എന്ന് പറയുന്ന പോയിന്റ് ഒന്നെങ്കിൽ -2 അല്ലെങ്കിൽ എന്താവാം? +2 ആവാം. ഇനി ഇതിൽ ഏത് പോയിന്റ് ആണ് നമുക്ക് എടുക്കാൻ പറ്റും? നമ്മളുടെ ഗീവൺ കോണ്ടൂർ വെച്ചിട്ട് ഇതാണ് നമ്മളുടെ കോണ്ടൂർ അല്ലെ, വിത്ത് റേഡിയസ് 1.5 ആണെങ്കിൽ ഇതില് z0 is equal to -2 എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല. എടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രലിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും, ബിക്കോസ് ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദി കോണ്ടൂർ. ബട്ട് വാട്ട് അബൌട്ട് z0 is equal to +2? കണ്ടോ, ഇത് 2.5 ആണ്. ഇതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ്. അപ്പൊ 2 എന്ന് പറയുന്നത് കോണ്ടൂറിന് അകത്തുള്ള ഒരു പോയിന്റ് ആണ്. സോ നമുക്ക് എന്താക്കാൻ പറ്റും? z0 is equal to +2 എന്ന് പറയുന്ന പോയിന്റ് മാത്രമേ കൺസിഡർ ചെയ്ത് ഇന്റഗ്രലിന്റെ വാല്യൂ കാണാൻ പറ്റുള്ളൂ. കാരണം മറ്റേ എടുത്തു കഴിഞ്ഞാൽ we will get 0.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി സിമ്പിൾ ആണ്. അപ്പൊ ഇത് ജസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ജസ്റ്റ് എഴുതിയതാണ് നോക്കുക. സോ Z0 എന്താണ് നമ്മളുടെ പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? Z0 is equal to 2 എന്ന് പറയുന്ന പോയിന്റ് ആണ് നമ്മൾ എന്ത് എടുക്കേണ്ടത്? +2 എന്ന് പറയുന്ന പോയിന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ f(z) എന്തായിരിക്കും? നമ്മുടെ 5z³ + 3z² ഡിവൈഡഡ് ബൈ z-2 ഇൻറ്റു z+2 അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളുടെ Z0 എന്ന് പറയുന്നത് +2 ആണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ f(z) എന്തായി മാറും? നമ്മളുടെ f(z) എന്ന് പറയുന്നത് ബാക്കിയുള്ള ഇത് മൊത്തം f(z) ആവില്ലേ? എന്നാലല്ലേ അത് സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് മൊത്തം എന്തായിട്ട് മാറപ്പോ f(z) ആയിട്ട് മാറും. ഓക്കെ ആണോ? കാരണം നമ്മളുടെ z-z0 എന്ന് പറയുന്നത് ഇതാണ് അല്ലെ? z-2 ആണ്. സോ ബാക്കിയുള്ളതെല്ലാം അപ്പൊ എന്തായിട്ട് മാറും? നമ്മളുടെ ഫംഗ്ഷൻ f(z) ആയിട്ട് മാറും. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ എന്താ ഫർദർ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ള ഈ z+2 എന്ന് പറയുന്നത് കൂടെ എന്തായിട്ട് മാറും? അപ്പോ f(z) ആയിട്ട് മാറും. സോ അവർ f(z) വിൽ ബിക്കം, ഓക്കെ, f(z) എന്ന് പറയുന്നത് അപ്പൊ എന്താകും? 5z³ + 3z² ഡിവൈഡഡ് ബൈ z+2. ഇത് മൊത്തം എന്തായി മാറി? f(z) ആയി മാറി. ഓക്കെ, അതിനെ നമ്മൾ അങ്ങനെ എഴുതി f(z). കാരണം നമ്മളുടെ എന്താണ് നമ്മളുടെ ജനറൽ ഫോമായിട്ട് കമ്പയർ ചെയ്യണം. അതിലെങ്ങനെയാണ് f(z) ബൈ z-z0 ആണ്. അപ്പൊ f(z) എന്തായി? ഇത് മൊത്തം f(z) ആയി ഡിവൈഡഡ് ബൈ z-2 വേർ z0 is 2 dz. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇന്റഗ്രലിനെ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 2πi into f(z0). കോഷീസ് ഇന്റഗ്രൽ ഫോർമുല is 2πi into f(z0). അപ്പൊ ഇതിൽ സിമ്പിൾ അല്ലേ? ഇനി f(z0) കണ്ടുപിടിച്ചാൽ പോരെ? f(z) നമുക്കറിയാം. അപ്പൊ f(z0) എന്ന് പറയുന്നത് എന്തായിരിക്കും? f(2), ബിക്കോസ് ഇത് 0 എന്ന് പറയുന്നത് 2 ആണ് അല്ലെ? സോ നമ്മളുടെ ഈ f(z)ലേക്ക് 2ന്റെ വാല്യൂ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് എന്ത് കിട്ടിയ റിസൾട്ട് കിട്ടി. എങ്ങനെ വരും നോക്കിയേ? f(z0) എന്ന് പറയുന്നത് f(2), ദാറ്റ് ഈസ് 5 into z³ 5 into 2³ plus 3 into z² എന്ന് പറയുമ്പോൾ 2². 5 into 2³ എന്ന് പറയുന്നത് 5 into 8 40 plus 3 into 2² 4 into 3 12. So 40 plus 12 by 4 that is equal to 52 by 4 എന്ന് കിട്ടി. 52 by 4 എന്ന് കിട്ടിയത് ഏതാണ്? f(z0) ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ആൻസർ എന്താണ്? 2π into f(z0). So 2πi into 52 by 4 that is our answer അല്ലെ? 2πi into 52 by 4 that is our answer. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 26πi. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, കോണ്ടൂർ നമുക്ക് ഫിഗർ തരില്ല. അപ്പൊ കോണ്ടൂറിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അതിന്റെ റേഡിയസ് എത്രയാണ്, ആ സർക്കിളിന്റെ സെന്റർ എത്രയാണ്, എന്നാൽ മാത്രമേ നമ്മളുടെ Z0 ഇൻസൈഡ് ദ കോണ്ടൂർ ആണോ ഔട്ട്സൈഡ് ദ കോണ്ടൂർ ആണോ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ബാക്കി പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു റിസ്ക് ഫാക്ടർ മാത്രമേ ഇതിലുള്ളൂ. അത് കണ്ടുപിടിച്ച് കോണ്ടൂർ വെച്ചിട്ട് നമുക്ക് Z0 ഇൻസൈഡ് ആണ് ഔട്ട്സൈഡ് ആണെന്ന് കണ്ടുപിടിക്കാനുള്ള ബാക്കി സ്റ്റെപ്സുകൾ ഈസിയാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇതൊരു വേറെ ടൈപ്പ് പ്രോബ്ലം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇന്റഗ്രൽ e⁻²z by z+1 whole raised to 4. നോക്കിയേ പവർ, നോക്കിയേ പവർ എന്ത് വന്നു? നമ്മൾ പറഞ്ഞ കേസൊക്കെ f(z) by z-z0 raised to 1 ആയിരുന്നു. ഇവിടെ എന്താണ്? z⁻⁴ ആണ്. അതായത് z-z0 raised to n എന്ന് പറയുന്ന ഫോം വന്നു. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്, കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഫോർ n ഡെറിവേറ്റീവ്സ് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഫോർ n ഡെറിവേറ്റീവ്സ്. അപ്പൊ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ആ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഏത്? കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ് z-z0 whole raised to n+1 dz അല്ലെ? f(n) of z0 is equal to n factorial by 2πi closed integral f(z) by z-z0 raised to n+1 dz. സോ ഈ ഇക്വേഷൻ ആയിരിക്കും നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അത് നോക്കിക്കേ, ഇവിടെ എന്താണ് z+1
ഇവിടുത്തെ z0 എന്തായിരിക്കും? -1. യെസ്, z0 എന്ന് പറയുന്നതാണ് -1 ആണ്. കാരണം എന്താ, ഇവിടെ ഏതാ കണ്ടോ, z+1 ആണ്. സോ z മൈനസ് z0 എന്ന് പറയുന്നതാണ്. സോ -1 ആയിരിക്കും ഇവിടുത്തെ z0 എന്ന് പറയുന്നത്. z0 is equal to -1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്തേ. സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? ഇന്റഗ്രൽ f of z ഡിവൈഡഡ് ബൈ z മൈനസ് z0 റേസ് ടു n+1. ഇതല്ലേ നമുക്ക് കണ്ടെത്തേണ്ടത്, dz. ഈ ഇന്റഗ്രലിന്റെ വാല്യൂ അല്ലേ കണ്ടെത്തേണ്ടത്. സോ നമ്മളുടെ ഇക്വേഷൻ എന്തായിരിക്കും? നേരെ ഈക്വൽ ടുവിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുവരണം അല്ലേ. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സിലെ f റേസ് ടു n of z0 ഈക്വൽ ടു എന്തായിരുന്നു? അതിനെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതായതുകൊണ്ട് അതിന് ഈക്വൽ ടുവിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2πi by n factorial into f raised to n of z0. ഓക്കെ അല്ലേ? ഇക്വേഷൻ ഇങ്ങനെ വരില്ലേ? കിട്ടി. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി സുഖമാണ്. ഡയറക്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ കണ്ടുപിടിക്കുക. ഇവിടുത്തെ n+1 എത്രയാ? ഈ n+1 എത്രയാ ഇവിടെ? 4 അല്ലേ? z+1 4 അല്ലേ? അപ്പൊ n+1 4 ആണ്. സോ n എന്തായിരിക്കും? n3. യെസ്, n3. അപ്പൊ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട ഏതാണ്? f raised to n of z0 അല്ലെ? അത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ f raised to n of z0 എന്ന് പറയുമ്പോൾ നമുക്ക് n3, അതായത് തേർഡ് ഡെറിവേറ്റീവ് ഓഫ് z0 വരെ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമ്മളുടെ f of z എന്താണ് ഇവിടെ? ഇത് മനസ്സിലായോ എങ്ങനെയാണ് 3 വന്നത്? n+1 4 ആണ്. സോ n is equal to 3. സോ അപ്പൊ നമുക്ക് f raised to n of z0 ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് f raised to 3 of z0, തേർഡ് ഡെറിവേറ്റീവ് വരെ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ f of z എന്താ ഇവിടുത്തെ? f of z എത്രയാടാ ഇവിടുത്തെ? e raised to 2z. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആണ്. ഇനി എന്താണ് ഫസ്റ്റ് f1 of z, ഫസ്റ്റ് എന്താ ഡെറിവേറ്റീവ്? ദാറ്റ് ഈസ് e raised to 2z into 2. Then second derivative എന്ന് പറയുമ്പോൾ 2e raised to 2z into 2. So that is equal to 4e raised to 2z. Then നമുക്ക് കണ്ടുപിടിക്കേണ്ട തേർഡ് ഡെറിവേറ്റീവ് ആണ്. So that is equal to 4e raised to 2z into 2. എത്ര കിട്ടും? 8e raised to 2z അല്ലെ? 8e raised to 2z. ഓക്കെ, ഇതോടെ തീർന്നോ? ഇല്ല, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? f3 of z0 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ദാറ്റ് ഈസ് z0യുടെ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യണം. എത്രയാണ്? 8e raised to 2z ആണ്. z0യുടെ വാല്യൂ എത്രയാ? -1. സോ 8e raised to 2 into -1. ദാറ്റ് ഈസ് ഈക്വൽ ടു 8e raised to -2. ഓക്കെ, സോ ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഡയറക്റ്റ് നമ്മളുടെ ആൻസറിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ എന്താണ്? f of z ഡിവൈഡഡ് ബൈ z മൈനസ് z0 ഹോൾ റേസ് ടു n+1 dz. അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യന്റെ ഫോം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi by n factorial into f3 of z0 ആണ്. f3 of z0 ക്ക് പകരം ഇനി നമുക്ക് ആരെഴുതാം? 8e raised to -2. ഇവിടെ n ഫാക്ടോറിയൽ എന്ത് കൊടുക്കണം? 3 ഫാക്ടോറിയൽ അല്ലെ? n is equal to 3 അല്ലെ? സോ 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എത്രയാ? 3 അല്ലെ? 1 into 2 into 3 3. അപ്പൊ എന്ത് വരും? ആൻസർ എത്ര വരുടാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi by 3. 2πi by 3 into 8e raised to -2. സോ ഇവിടെ 16 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 by 3 അല്ലേ? 16 by 3 pi i. ഈ e raised to -2 നമുക്ക് ഇവിടെ e സ്ക്വയർ എന്ന് എഴുതി കൂടെ? 1 second. 16 pi i by 3 e സ്ക്വയർ എന്ന് എഴുതി കൂടെ? -2 അല്ല, അപ്പൊ അതിന് നമുക്ക് എന്താ എഴുതാം? e സ്ക്വയർ എന്ന് എഴുതാം അല്ലെ? ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ്. എന്താണ് ഡെറിവേറ്റീവ്സിന്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഇക്വേഷൻസ് തന്നെ എടുക്കണം. പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം n+1 ആണ് പവർ. ഓക്കെ,
ഇത് നേരിട്ട് n is equal to 4 എന്ന് എഴുതരുത്, അത് മാറിപ്പോവും. n+1 ആണ് എന്ത് 4, അത് ശ്രദ്ധിക്കണം. അപ്പൊ n എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, നമുക്ക് ഓപ്ഷനിൽ നേരെ എന്താണ് n equal to 4 വെച്ചിട്ടുള്ള ആൻസറും ഓപ്ഷനിൽ ഉണ്ടായിരിക്കും, കാരണം അത് അധികം പേർക്കും തെറ്റും. കണ്ടോ, ഇത് ഡയറക്റ്റ് എന്താണ് ഇക്വേഷൻ നോക്കുക, z raised to z minus z0 whole raised to n+1 ആണ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് n ന്റെ വാല്യൂ കണ്ടെത്തണം. എന്നിട്ട് എന്താണ് ഡെറിവേറ്റീവ് വെച്ചിട്ടുള്ള ഫംഗ്ഷന്റെ വാല്യൂ കണ്ടെത്തിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ we will get the answer. ഓക്കെ, ഇത് അത് ചെയ്ത പ്രോസസ് ആണ്. സോ ഇവിടെ ഒരു ചെറിയ കറക്ഷൻ വരുത്താണ്ട് ഇവിടെ 16 ആണ് ഞാൻ സെൻഡ് ചെയ്ത നോട്ടിൽ 16 pi/3 into e² ആണ്. ഓക്കെ, സോ ഇങ്ങനെ പവേഴ്സ് വരുന്ന കേസിൽ അപ്പൊ എന്ത് ചെയ്യണം, കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ പഠിച്ച എല്ലാതും വരുന്നുണ്ട്, പവേഴ്സ് വരുന്നുണ്ട്, അതുപോലെ എന്താണ് സൈൻ വരുന്നുണ്ട്, e⁻z വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു നമ്മൾ ഇപ്പൊ ചെയ്ത് നോക്കിയ എല്ലാ മോഡൽസും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെ. സോ ഇന്റഗ്രൽ e⁻z sin z by z² dz എങ്ങനെ ചെയ്യും? ഇന്റഗ്രൽ ഇത് വളരെ സിമ്പിളാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ. അതെ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ടഫാന്ന് വിചാരിച്ച് അറ്റൻഡ് ചെയ്യാതെ പോകും, പക്ഷെ ഇത് ഭയങ്കര സിമ്പിൾ. എന്താണ്, നമ്മൾ ജസ്റ്റ് ഇതിന്റെയൊക്കെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ നോക്കുന്നു, 1/z എന്ന് പറയുന്ന ടേം ഉണ്ടോ നോക്കുന്നു, ഡയറക്റ്റ് ആൻസർ എഴുതുന്നു അല്ലെ. സോ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ടഫാന്ന് പറഞ്ഞ് എന്താണ് നമ്മൾ അവോയ്ഡ് ചെയ്യാതെ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നോക്കുക, എന്തെങ്കിലും എളുപ്പവഴി ഉണ്ടോ അല്ലെ. സോ e⁻z നമ്മൾ എഴുതുന്നു, എന്താണ് എന്തായിരുന്നു e⁻x ന്റെ ഇത് പറയുന്നത് 1 plus square/2 factorial plus z³ 3 factorial into sin z, sin ന്റെ എന്താ z minus z³ 3 factorial plus z⁵5/5 factorial minus അങ്ങനെ പോകും അല്ലെ, divided by z². അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് വലിയൊരു എക്സ്പാൻഷനാ അല്ലെ. നോക്കിയേ, ഓരോ ടേമിനെയും നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അത്രയും വലിയൊരു സീരീസ് ആവും കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 1 ഇവിടെ ഫസ്റ്റ് ടേം കണ്ടോ e⁻ ഈ 1 വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ എല്ലാ ടേമും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ അതിലൊരു 1/z ടേം വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, ഈ 1 വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മൾ അതിൽ തന്നെ വരുന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് നോക്കണ്ടല്ലോ, അപ്പൊ നമുക്ക് എന്തായാലും ആൻസർ എഴുതാലോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം 1നെ എന്ത് ചെയ്യാം, എല്ലാ ടേംസിനെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, ബൈ z² ചെയ്യാം. അപ്പൊ എത്രയാ കിട്ടുന്നത് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ നോക്കിയേ, 1 into z z minus z³ നമ്മളുടെ എന്ത് തന്നെ വരും, നമ്മളുടെ സൈൻ സെറ്റിന്റെ സീരീസ് തന്നെ വരും അല്ലെ. ആ സൈൻ സെറ്റിന്റെ സീരീസ് തന്നെ വരും അല്ലെ, 1 വെച്ച് ഇതാക്കിയാൽ. സോ z minus z³ 3 factorial plus z⁵5/5 factorial by z². നോക്കിയേ, ഇതിൽ 1/z ടേം വരുന്നില്ലേ, നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് നോക്കുക, z/z² എന്ന് പറയുന്നത് എത്രയാ, 1/z. യെസ്, മൈനസ് z³ എന്ന് പറയുമ്പോൾ z/3 ഫാക്ടോറിയൽ. സോ ഇനി നമ്മൾ ഫർദർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഫർദർ ഓരോ ടേമിനെയും എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ തന്നെ നമുക്ക് എന്ത് കിട്ടി, there is a 1/z ടേം. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ദ ആൻസർ ഇന്റഗ്രൽ ഓഫ് e⁻z sin z by z² എന്ന് പറയുന്നത് എത്രയാ, ഇറ്റ് ഈസ് ഈക്വൽ ടു 2πi. ഇവിടെ നോക്കിയാൽ 1/z ന്റെ കോയിഫിഷ്യന്റ് ഒന്നുമില്ല, സോ അതും കൊടുക്കണ്ട. സോ ആൻസർ ഈസ് 2πi. ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷനിൽ എന്തുണ്ടായിരിക്കും, 0 ഉണ്ടായിരിക്കും, 2πi ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും അല്ലെ. സോ അപ്പൊ എന്താണ്, ജസ്റ്റ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ മാത്രം ചെയ്താൽ മതി, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല വെച്ച് നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും, 2πi, ബിക്കോസ് there is a 1/z term. There is a 1/z term. സോ എന്താണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ആൻസർ എഴുതാനായിട്ട് പറ്റും. സോ ഇസ് ഇറ്റ് ക്ലിയർ? Yes, miss. ഓക്കെ, സോ അപ്പൊ ഇന്ന് നമ്മൾ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്, കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതിൽ നോക്കേണ്ട എന്താണ്, e⁻z e⁻−z sin x ഇതിന്റെ ഒക്കെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഒരു കോണ്ടൂർ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും എന്താണ് ആ കോണ്ടൂറിന്റെ പിക്ചറൈസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം, എന്നാലേ നമുക്ക് ഗിവൺ z0 എന്താണ് ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അത് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗുലാരിറ്റീസ്, ടൈപ്പ് ഓഫ് സിംഗുലാരിറ്റീസ്, ദെൻ റെസിഡ്യൂ തിയർ അല്ലെ. സോ വെരി ഇമ്പോർട്ടന്റ്, അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഷുവർ ആണ്. റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള എന്താണ്, കാൽക്കുലേഷൻസ് ഓഫ് റെസിഡ്യൂ ഒരു 3 മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, കാൽക്കുലേഷൻസ് ഓഫ് റെസിഡ്യൂ 3 മെത്തേഡ്സ്, സിമ്പിൾ പോള്,
പോൾ ഓഫ് ഓർഡർ എം ദെൻ റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി. ഈ മൂന്ന് എന്താണ് ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് റെസിഡ്യൂ കാണാം. അത് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറും. ചിലതിൽ സിമ്പിൾ പോൾ ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്, ചിലതിൽ റെസിഡ്യൂ അറ്റ് ഇൻഫിനിറ്റി ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്, ചിലതിൽ പോൾ ഓഫ് ഓർഡർ എം ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഇന്റഗ്രൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റെസിഡ്യൂ തിയറം വെച്ചിട്ടും കണ്ടെത്താൻ പറ്റും. അതായിരിക്കും ഒന്നും കൂടെ എളുപ്പം. ഇപ്പൊ നമുക്ക് ഇത്രയും സ്റ്റെപ്സ് ചെയ്യാം. ഇനി നമ്മൾ റെസിഡ്യൂ തിയറം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതായിരിക്കും ഒന്നും കൂടെ എളുപ്പം. ഓക്കെ, ആ റെസിഡ്യൂ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്, എന്താണ് ഒരു സിമ്പിൾ പോൾ ആണോ ഏതാന്ന് നോക്കിയിട്ട് നമുക്ക് അതിൽ അപ്ലൈ ആയിരിക്കും ഒന്നും കൂടെ സിമ്പിൾ. സോ ദാറ്റ്സ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് in the next class. So this is all about for today. Thank you. താങ്ക് യു മിസ്. മിസ് ഈ വലിയ തിയറം എന്താണെന്ന് ഒന്ന് പറഞ്ഞുതരോ? ഇത് തിയറം മാത്രം പറഞ്ഞാ മതി, ബാക്കിയൊക്കെ മനസ്സിലായി. അത് നമ്മള് അത് അല്ല, ലയബിലിറ്റി തിയറം ഞാനല്ലല്ലോ എടുത്തത്. മിസ് അല്ലേ? അല്ല, ഞാൻ അത് ജസ്റ്റ് കോഷീസ് ഇന്റഗ്രൽ അതിന്റെ കോൺസിക്വൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ നോക്കിയിട്ടുള്ളത് വേറൊരു മിസ് എടുത്തിരുന്നു, ആരാന്ന് എനിക്കറിയില്ല, ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇഫ് എ ഫംഗ്ഷൻ വിച്ച് ഈസ് അനലിറ്റിക് എവറിവെയർ ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ ഇൻക്ലൂഡിംഗ് ഇൻഫിനിറ്റി ഷുഡ് ബി കോൺസ്റ്റന്റ് എന്ന്. അതായത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാ പറഞ്ഞിട്ടുള്ളത്. ഒരു മിനിറ്റ്, അല്ല ഞാൻ വായിച്ചു തന്നാ മതിയാ? അത് മാത്രം പറഞ്ഞാ മതി, അത് എനിക്ക് പിടികിട്ടിയില്ല. എന്താണ് ഒന്ന് പറയൂ. ഇഫ് എ ഫംഗ്ഷൻ വിച്ച് ഈസ് അനലിറ്റിക് എവറിവെയർ ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ ഇൻക്ലൂഡിംഗ് ഇൻഫിനിറ്റി ഷുഡ് ബി കോൺസ്റ്റന്റ്. ഓക്കെ, അതായത് നമ്മള് എന്താണ് ഇതില്ലേ, നമ്മുടെ കോഷി റൈമൻ കണ്ടീഷൻസിൽ പറയുന്നത് എന്താ, അനലിറ്റിക് ആണെങ്കിൽ കോഷി റൈമൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്നുള്ളത്. അതുപോലെ എന്താണ്, ഒരു ഫംഗ്ഷൻ എല്ലായിടത്തും അനലിറ്റിക് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഷുഡ് ബി എ എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ ഏട്ടാ, അത് ഞാൻ നോക്കിയിട്ട് പറയട്ടെ. ഞാൻ അത് മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ അല്ലേ, എനിക്ക് എന്റെ നോട്ടിലല്ലേ ഇപ്പൊ ഇയാളത് വായിച്ചത്. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാ മതിയോ? മതി മതി മതി. അപ്പൊ റെസിഡ്യൂ എടുക്കുന്നതിന് മുന്നേ നമുക്ക് അത് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ താങ്ക് യു. ഓക്കെ.